ഇന്ത്യയുടെ ഒരു മിസൈലിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ടെക്നിക്കലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ പരിധിയിലല്ലായിരുന്നു ഇതെല്ലാം. അതുകൊണ്ട് നമുക്കതിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന ആ വാക്കുകൾക്ക് ശേഷം വസന്ത കാര്യങ്ങൾ വിശദീകരിക്കും. कल का जो ड्रोन हमला हुआ वो ड्रोन हमला बेसिकली हमारी जो लोकेशंस हैं उसको डिटेक्ट करने के लिए जो है किया गया। वो एक टेक्निकल चीज़ है जिसको मैं उस तरह एक्सप्लेन नहीं कर सकता और इसलिए उनको इंटरसेप्ट ना किया गया ताकि हमारी लोकेशंस जो हैं वो लीक ना हो या वो लोकेट ना हो और जब वो एक सेफ लिमिट पे आए तो हमने उनको मार कराया। ബസന്ത് ഒരു സേഫ് ലിമിറ്റിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ അതിനെ തകർത്തേനെ എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്താണെന്നോ സൈനിക ശക്തി എന്താണോ എന്ന് പോലും കൃത്യമായി തിരിച്ചറിയില്ലാത്തതാണ്. ഒരു തോൽവി സമ്മതിച്ചിരിക്കുന്നു പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. അല്ല, ഖ്വാജ ആസിഫ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആക്രമണം അവിടെ പാകിസ്ഥാൻ്റെ ഏത് ലക്ഷ്യത്തേക്കാണോ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത് അവിടെയെല്ലാം തന്നെ തകർത്തു എന്നുള്ളത് തന്നെയാണ് പരോക്ഷമായി ഖ്വാജ ആസിഫ് സമ്മതിക്കുന്നത്. അതായത് ലക്ഷ്യങ്ങളൊക്കെ തന്നെ തകർത്തിരിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ തിരിച്ചടിക്കാത്തത് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകുമോ എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഈ ആക്രമണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പാകിസ്ഥാൻ എവിടെയൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് കൂടി ഇന്നലെ ഇന്ത്യ നടത്തിയ അതായത് 9 പട്ടണങ്ങളിൽ നഗരങ്ങളിൽ നടത്തിയ ആ വ്യോമാക്രമണത്തിൽ നിന്നും ഡ്രോൺ ആക്രമണത്തിൽ നിന്നും വ്യക്തമാണത്. അതായത് പാകിസ്ഥാന് എവിടെയൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പൂർണ്ണമായും തകർത്തു എന്നും ഇന്ത്യ ഔദ്യോഗികമായി ഇന്നലെ വ്യക്തമാക്കി. അതായത് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം, ചൈനയുടെ HQ പ്രതിരോധ സംവിധാനം ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് തന്നെ ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ കൃത്യമായ ഒരു ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായി പരോക്ഷമായി സമ്മതിക്കുകയും കൂടി ചെയ്യുകയാണ്. പ്രസന്റ് അതേസമയം തന്നെ ഇന്നലെ ഉണ്ടായ നമ്മുടെ അറിയാം പാക് ആക്രമണത്തിൽ സൈനികന് വീരമൃത്യു ഉണ്ടായിരിക്കുന്ന ആന്ധ്രാപ്രദേശ് സത്യസായി സ്വദേശി മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത് എന്ന വിവരങ്ങൾ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണല്ലേ? ഇന്നലെ തന്നെ സൈന്യം അത് പറഞ്ഞിരുന്നു. അവിടുത്തെ പിന്നെ ഷെല്ലാക്രമണത്തിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഹരിയാനയിലുള്ള മറ്റൊരു ജവാൻ അതിന് മുമ്പ് നടന്ന ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് രഹസ്യമായി വെക്കുന്ന ഒരു സേനയല്ല ഇത്. പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ മരിക്കുന്നത് അപ്പോൾ തന്നെ അറിയിക്കുന്ന ഒരു രാജ്യമാണിത്. അവരെ എല്ലാ ബഹുമാനത്തോടും കൂടി സംസ്കരിക്കുകയും കൂടെ ചെയ്യുന്നൊരു രാജ്യമാണ്, രാഷ്ട്രമാണ് ഇന്ത്യ, ഇന്ത്യയുടെ സേനയും. ഇന്ത്യയിലെ ഈ പറയുന്ന ഷെല്ലാക്രമണത്തിൽ നിരവധി സൈനികർക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ 3-4 ദിവസം തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ ഹരിയാനയിലെ നിന്നും മറ്റൊരു സൈനികനും വീരമൃത്യു വരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ സൈനികൻ്റെ മരണം. അതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ 2 പൈലറ്റുമാർ പിടിയിലായിട്ടുള്ള വാർത്ത സ്ഥിരീകരിക്കണം. അത് ഔദ്യോഗികമായിട്ട് പ്രതികരണം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ അത് ഒപ്പം തന്നെ നമ്മുടെ BSF ജവാൻ അവരുടെ കസ്റ്റഡിയിലുണ്ട്, അവരുടെ പാക് റേഞ്ചേഴ്സ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഈ BSF ജവാനെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യുദ്ധത്തിലെ പാലിക്കേണ്ട എല്ലാ മര്യാദകളെയും മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ലേ അതിർത്തിയിലുടനീളം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദിവിഷ, ഈ പാക് പൈലറ്റുമാർ പിടിയിലായി എന്നുള്ളത് ഇന്നലത്തെ വാർത്തയാണ്. അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായി തന്നെയാണ് തുടരുന്നത്. പാക് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വിവരവും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇന്ന് വൈകിട്ട് 5:30 ഇതിൽ സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളതാണ്, പ്രതിരോധ മന്ത്രാലയം എന്ത് പറയുന്നു എന്ന് മാത്രമേ നമുക്ക് ഊഹിക്കാൻ കഴിയുള്ളൂ. ഇന്നലെ രാത്രി ജയ്സാൽമറിൽ നിന്നും പഠാൻകോട്ടിൽ നിന്നുമുള്ള വിവരങ്ങളാണ് ഇന്നലെ പങ്കുവച്ചത്. അതായത് ഒരാളെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൈലറ്റുമാരാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്നാണ്, പ്രാദേശികമായ വിവരങ്ങളിൽ നിന്നുള്ളത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് പൈലറ്റുമാർ തന്നെയാണോ എന്നുള്ളത് വ്യക്തമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി കടമ്പകൾ ആ വിഷയത്തിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ. BSF ജവാൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ അതിൽ BSF ജവാനെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യയും ഒരു പാക് റേഞ്ചറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാക് റേഞ്ചർ ഇപ്പോഴും ഇന്ത്യയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഗാർഡ് കമാൻഡർമാരുടെ മീറ്റിങ്ങിലാണ് സാധാരണ ഇത്തരത്തിലൊരു കൈമാറ്റം നടക്കുന്നത്. ഈ തടവിലുള്ളവരെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ ഉള്ളത്. ഇതുവരെ ആ ഗാർഡ് കമാൻഡർമാരുടെ 3 യോഗങ്ങൾ നടന്നെങ്കിലും പാകിസ്ഥാൻ ഇതുവരെ ഈ BSF ജവാനെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം
രാത്രിയുണ്ടായ പാകിസ്ഥാന്റെ ഈ ആക്രമണ നീക്കങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ, അതിനുശേഷം സൈനിക വിന്യാസം, പിന്നീട് സൈനിക ഉപകരണങ്ങളുടെ സാമഗ്രികളൊക്കെ തന്നെ ഈ ഡിപ്ലോയിങ് ഒക്കെ തന്നെ പലയിടങ്ങളിലായി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയിലും ആ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെ കൂടുതലായിട്ടുള്ള മറ്റ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ, തിരക്കിട്ട നീക്കങ്ങൾ, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? അത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. സർക്കാർ ആകെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ജില്ലാ കളക്ടർമാർക്ക് അടിയന്തര അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുന്ന കാര്യത്തിൽ, ഇന്ധനം സംഭരിക്കുന്ന കാര്യത്തിലൊക്കെ ജില്ലാ കളക്ടർമാർക്ക് അധികാരം ഉപയോഗിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പൂഴ്ത്തിവെപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തിവെക്കാൻ പാടില്ല എന്നുള്ളതും 3 ദിവസത്തിനുള്ളിൽ സ്റ്റോക്കുകളെല്ലാം തന്നെ സർക്കാരിനെ, അതായത് ജില്ലാ റേഷനിങ് ഓഫീസറെ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.